എല്ലാവർക്കും നമസ്കാരം. പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു വെറൈറ്റി ആയ ഫ്രൈഡ് റൈസ് ആണ് തയ്യാറാക്കാൻ പോകുന്നത്. മഷ്റൂം ഫ്രൈഡ് റൈസ് ആണ് തയ്യാറാക്കാൻ പോകുന്നത്. മഷ്റൂമിൽ ധാരാളം പോഷക ഗുണങ്ങളുണ്ട്, ആൻറ്റി ഓക്സിഡൻ്റ് ഉണ്ട്, ഫൈബറുകളുടെ വിളനിലമാണ് മഷ്റൂം. അപ്പോൾ എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ ഒരു ഫ്രൈഡ് റൈസ് ആണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ. ഇത് ഒരു 150 ഗ്രാം മഹാരാജ ബസുമതി റൈസാണ് എടുത്തിരിക്കുന്നത്. ഇതൊന്ന് കഴുകിയതിന് ശേഷം ഒരല്പം ഉപ്പിട്ട് നമുക്കൊന്ന് നന്നായി വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. നന്നായി വെള്ളം തിളച്ചതിന് ശേഷം വേണം അരിയിടാൻ, അല്ലെങ്കിൽ കുഴഞ്ഞു പോകും. പിന്നെ കുഴഞ്ഞു പോകാതിരിക്കാൻ 1-2 കാര്യങ്ങളും കൂടി നമ്മൾ ചെയ്യണം. നന്നായി അരി അടുപ്പത്തിട്ട് നന്നായി തിളച്ച് കഴിഞ്ഞാൽ 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതേപോലെ ഈ ചോറിന് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ വേവിച്ചെടുക്കുകയാണെങ്കിൽ കുഴയാതെ ഇരിക്കും. അതിനു വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ചോറിന് മാത്രമുള്ള ഉപ്പ് ഇപ്പം ഇട്ട് കൊടുത്താൽ മതി. മസാലയൊക്കെ വഴറ്റുമ്പോൾ വേണം അതിനാവശ്യമുള്ള ഉപ്പ് അപ്പോഴാണ് ചേർത്ത് കൊടുക്കുന്നത്. നോക്കൂ, ഉള്ളരി വെന്ത് കഴിഞ്ഞാൽ ഉടൻ നമുക്ക് ചോറ് വാർക്കുകയാണ് വേണ്ടത്. എപ്പോഴും ഫ്രൈഡ് റൈസ് വെക്കുമ്പോൾ ഇങ്ങനെ വാർക്കുന്നതാണ് കുറേ കൂടി നല്ലത് വറ്റിച്ചെടുക്കുന്നതിനെക്കാട്ടിലും. ഇനി നമുക്ക് കഞ്ഞിവെള്ളമൊക്കെ വാർത്ത് എടുക്കാം. ഇതിൻ്റെ മസാല തയ്യാറാക്കുന്നതിനായി ഒരു 15 മില്ലി നെയ്യ് ഈ പാനിൽ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്കൊരു ബേ ലീഫ് ഇട്ട് കൊടുക്കുക, ഒരു സ്റ്റാർ ഇട്ട് കൊടുക്കാം, 2 ഗ്രാമ്പു, 2 ഏലക്ക, അല്പം ജീരകം എന്നിവയിട്ട് നമുക്ക് നന്നായി ഒന്ന് ഫ്രൈ ആക്കാം. ആദ്യം ഇതിലേക്ക് ഒരു 5 ഗ്രാം ഇഞ്ചിയും 3 പച്ചമുളകും 2 പല്ല് വെളുത്തുള്ളിയുമാണ് ഇട്ടിരിക്കുന്നത്. ഇതും കൂടി നമുക്കിതിലേക്കിട്ട് നന്നായി നമുക്കൊന്ന് ഫ്രൈ ആക്കാം. ഒരു വെറൈറ്റിയാണ് കേട്ടോ ഇന്നത്തെ ഫ്രൈഡ് റൈസ്, മഷ്റൂം ഫ്രൈഡ് റൈസ്. ഇത് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുകയും നിങ്ങൾക്ക് അറിയുന്നവർക്ക് പറഞ്ഞു കൊടുക്കുകയൊക്കെ വേണം കേട്ടോ. കണ്ട് മാത്രം ഇരുന്നാൽ പോരെ. അതൊന്ന് ഫ്രൈ ആയി കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്കൊരു 100 ഗ്രാം സവാള ഇട്ട് കൊടുക്കാം. സവാള നന്നായി ഫ്രൈ ആകുന്നതിന് വേണ്ടി അല്പം ഉപ്പ് ഇട്ട് കൊടുക്കാം. സവാളയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. മഷ്റൂം ഇട്ട് കൊടുക്കുക. ഒരു 100 ഗ്രാം മഷ്റൂം ഇട്ടിട്ടുണ്ട്. ഒരു 50 ഗ്രാം ക്യാപ്സിക്കം കൂടി ഇട്ട് നന്നായി ഒന്ന് നമുക്ക് ഇളക്കുക. ഫ്രൈ ആക്കിയ ചേരുവയിലേക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ബട്ടർ, നമ്മൾ വീട്ടിൽ തയ്യാറാക്കിയ ബട്ടറാണ് കേട്ടോ, അതും കൂടി ഇട്ട് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ആ കുരുമുളകൊക്കെ ഒന്ന് ചൂടായി വരാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. വഴറ്റിയ മസാലയിലേക്ക് നമ്മളുടെ ചോറിട്ട് കൊടുക്കും. അതിനുശേഷം ചെറു തീയിൽ വെച്ച് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ് വേണ്ടത്. രുചികരമായ മഷ്റൂം ഫ്രൈഡ് റൈസ് തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കുക. ചാനൽ കാണുക, സപ്പോർട്ട് ചെയ്യുക. വേറെ ഒരു പുതിയ വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ.